PR സുനിൽ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളും വിശകലനവുമായി നമുക്കൊപ്പം ചേരുകയാണ്. PR സുനിൽ, നമുക്കറിയാം ഇതിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള നിരവധി വിഷയങ്ങൾ മുന്നിലുണ്ടായിട്ടും ഈ പ്രചാരണ ഘട്ടത്തിൽ, ഈ പ്രചാരണ കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവന്നത് ഈ CJP എന്ന വിഷയമാണ്. ഈ BJP CPIM ഡീൽ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം ഈ പ്രചാരണം ചൂടുപിടിപ്പിച്ചത്. തുടക്കത്തിലൊക്കെ അതിനെ പരിഹസിച്ച് തള്ളുകയാണ് CPIMന്റെ ഭാഗത്ത് നിന്ന് നേതാക്കന്മാർ ചെയ്തതെങ്കിൽ ഇതിപ്പോൾ മുഖ്യമന്ത്രി തുടക്കമിട്ടിരിക്കുന്നു ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ. ഒരുപക്ഷെ ഇന്നലെ നമ്മൾ കണ്ടു മല്ലികാർജ്ജുൻ ഖർഗെയും കോഴിക്കോടെത്തിയപ്പോൾ ഇതേ വിഷയം ആരോപിച്ച് തന്നെ LDFനെതിരായി സംസാരിക്കുന്നത്, രാഹുൽ ഗാന്ധിയും തുടർച്ചയായി ഇതേ വിഷയം തന്നെ ഉന്നയിക്കുന്നത് കണ്ടു. അത്തരത്തിൽ ദേശീയ നേതൃത്വം തന്നെ ഈ വിഷയം വലിയ പ്രചാരണ ആയുധമാക്കിയ പശ്ചാത്തലത്തിലാകാം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരു തിരിച്ചടിക്കുക, അല്ലേ? തീർച്ചയായും ശ്രുതി, ഈ വിഷയത്തിൽ ശ്രുതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആദ്യം രാഹുൽ ഗാന്ധിയാണ് CJP എന്ന ആരോപണം കേരളത്തിൽ ഉയർത്തുന്നത്. പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി CJP എന്ന ആരോപണം ഉന്നയിക്കുന്നത്. BJPയും CPMും ചേർന്നുള്ള സഖ്യമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന ആരോപണം ആദ്യം രാഹുൽ ഗാന്ധി ഉയർത്തി. തൊട്ടു പിന്നാലെ VD സതീശൻ പാലക്കാട്ടെ ഡീൽ വിവാദം ഉയർത്തുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ കോഴിക്കോട്ടെ കടപ്പുറത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ ഡീൽ ആരോപണം ഉയർത്തുകയാണ്. ഒപ്പം CJP ആരോപണം ഉയർത്തുകയാണ്. അങ്ങനെ ഈ ഒരു ഡീൽ ആരോപണത്തിലും കോൺഗ്രസ് CPM BJP സഖ്യ ആരോപണത്തിലുമൊക്കെ തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പിടിപിടിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ശ്രുതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത്. അതിനായുധമാക്കാൻ മുഖ്യമന്ത്രി VD സതീശന്റെ 2006 ഈ RSS പരിപാടിയിൽ പങ്കെടുത്ത ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് എന്തിനാണ് 2006 അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് VD സതീശൻ ഫെബ്രുവരി മാസത്തിൽ ഇതുപോലെ ഒരു RSS പരിപാടിയിൽ പങ്കെടുത്തത്, അക്കാര്യത്തിൽ വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്നത് CPMും BJPയും തമ്മിലുള്ള സഖ്യമാണ് എന്ന് ഒരു വശത്ത് കോൺഗ്രസും UDFും ശക്തമായി ആരോപിക്കുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ VD സതീശൻ, പ്രതിപക്ഷ നേതാവായി VD സതീശൻ അന്ന് 2006 എന്തിന് RSS പരിപാടിയിൽ പങ്കെടുത്തു, അതിന് മറുപടി പറയൂ, അത് എന്ത് ഡീലിന്റെ ഭാഗമായിട്ടാണ് എന്ന ചോദ്യം ഉയർത്തി ഇപ്പോൾ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം തന്നെയാണ് കത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. VD സതീശൻ ഇതുവരെ എന്തിനാണ് അന്നത്തെ RSS പരിപാടിയിൽ പങ്കെടുത്തത്, എന്താണ് പങ്കെടുക്കാനുള്ള സാഹചര്യം എന്നത് വ്യക്തമാക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോഴൊക്കെ തന്നെ 2013 VS അച്യുതാനന്ദൻ സമാനമായ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള മറുപടി നൽകി ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ഉണ്ടായത് എന്നുകൂടി ഇപ്പോൾ മുഖ്യമന്ത്രി ആരോപിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പരിപാടിയുടെ കാര്യം പറഞ്ഞ് 2006 താൻ പങ്കെടുത്ത പരിപാടിയിൽ ആ പരിപാടിയിൽ എന്തിന് പങ്കെടുത്തു എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാതെ VD സതീശൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതെന്ത് ഡീലിന്റെ ഭാഗമാണ് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ തീർച്ചയായും ഇനി എന്തായിരിക്കും VD സതീശന്റെ മറുപടി എന്നത് ആകാംക്ഷയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു അജണ്ട സെറ്റ് ചെയ്യാൻ, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM BJP സഖ്യം അല്ലെങ്കിൽ ഡീൽ എന്ന അജണ്ട സെറ്റ് ചെയ്യാൻ കോൺഗ്രസ് വിജയിച്ചുവെങ്കിൽ, UDF വിജയിച്ചുവെങ്കിൽ അതിനെ ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ RSS പരിപാടിയിലെ സാന്നിധ്യം ചൂണ്ടിക്കാണിച്ച് തിരിച്ചടിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരണം, UDF പ്രതികരണം എന്തൊക്കെയാകും എന്നത് തീർച്ചയായും ആകാംക്ഷയുള്ള കാര്യം തന്നെയാണ്. ഇനി ആ പ്രതികരണങ്ങളാണ് ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി നമ്മൾ റോഷിപാലിലേക്ക് പോവുകയാണ്. റോഷിപാൽ, ഇപ്പോൾ RSS നേതാവ് MS ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ എന്തിന് VD സതീശൻ പങ്കെടുത്തു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇതുവരെയും നൽകിയിട്ടില്ല. ഇപ്പോൾ 2006 ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നതടക്കം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന സ്ഥിതിക്ക് ഇനി കൃത്യമായി അതിനൊരു ഉത്തരം നൽകാൻ VD സതീശൻ ബാധ്യസ്ഥനാണ് എന്നതാണ്. അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ അതിനൊരു മറുപടി പ്രതീക്ഷിക്കുകയല്ലേ നമ്മൾ? ആര്യ, പറവൂരിലെ ഈ RSSന്റെ പരിപാടിയിൽ VD സതീശൻ എത്തിയ ഈ ഫോട്ടോ പല ഘട്ടങ്ങളിലും വലിയ പ്രചാരണമാവുകയും ആരോപണമുയരുകയും ചെയ്തപ്പോഴൊക്കെ VD സതീശൻ അതിന് കൃത്യമായ ഉത്തരം നൽകിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ കാര്യം മുഖ്യമന്ത്രി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ചിത്രം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ആവർത്തിച്ച് UDF കേന്ദ്രങ്ങൾ CPM RSS ബാന്ധവം ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തിപ്പെടുത്തുന്ന ഘട്ടത്തിലാണ്.
കാരണം ഇനി പ്രചാരണം അവസാനിക്കാൻ 15 ദിവസം മാത്രമാണ്. 9-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോയി വിധി എഴുതാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് UDF ഇങ്ങനെ നീക്കം നടത്തുന്നതെന്ന് കൃത്യമായ ബോധ്യം LDF കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് തടയിടാൻ വേണ്ടിയാണ് അതേ നാണയത്തിൽ മറ്റൊരു ആരോപണം ഉയർത്തുന്നു. അതിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആക്ഷേപമാണ്. ആദ്യഘട്ടത്തിൽ CJP എന്ന ആരോപണം ഉയർത്തുമ്പോൾ അന്ന് കോലീബി സഖ്യം ഉയർത്തിയായിരുന്നു പ്രതിരോധിക്കാൻ തുടക്കത്തിലൊക്കെ CPM കേന്ദ്രങ്ങൾ ശ്രമിച്ചത്. മുഖ്യമന്ത്രി തന്നെ കോലീബി സഖ്യം ഓർമ്മിപ്പിച്ചതാണ്. ആ കോലീബി സഖ്യം ഓർമ്മിപ്പിച്ചെങ്കിലും അതിനേക്കാൾ ഗൗരവത്തോടെ ഓരോ നിയമസഭാ മണ്ഡലം പിടിച്ച് അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്ഷേപങ്ങൾ ശക്തമാക്കിയതോടെ CPM ഇപ്പോൾ കൃത്യമായി പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് പറവൂരിലെ 2006 അത് ആ പരിപാടി നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പാണ്. RSSന്റെ ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ തലകുമ്പിട്ട് പുഷ്പാർച്ചന നടത്തുന്ന VD സതീശൻ, അന്ന് MLA ആണ് VD സതീശൻ. അത് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അവർക്ക് വിധേയനായി അവിടെ പുഷ്പാർച്ചന നടത്തിയതിന്റെ കാരണമാണ് അവിടെ ചർച്ച ചെയ്യാൻ CPM കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ആ ഡീൽ എന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഇനി സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇതിന് വ്യക്തത വരുത്തേണ്ടത്. ഇനി എന്തുത്തരമാണ് VD സതീശൻ നൽകുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നതും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾക്കാണ്. കാരണം മുൻപ് VS അച്യുതാനന്ദൻ സമാനമായ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന വാദമുയർത്തിയായിരുന്നു VD സതീശൻ ഈ ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. പക്ഷേ ഇനി അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ട് UDF നടത്തുന്ന ഈ പ്രചാരണം അത് ആദ്യഘട്ടത്തിൽ വിജയിച്ചെങ്കിൽ അത് 2ാം ഘട്ടത്തിലേക്ക്, അതായത് ഇനി ഏറ്റവും പ്രധാന പ്രചാരണ സമയമാണ്. ആ ഘട്ടത്തിൽ ഈ ആരോപണം ഉയർത്തുമ്പോൾ അതിനെ എങ്ങനെ പൊളിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചിന്ത LDF-നകത്തുണ്ടാകുന്നു. അതിൽ ആദ്യത്തെ ആയുധമാണ് ഇപ്പോൾ LDF ഉപയോഗിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഇനി വരും ദിവസങ്ങളിലും സമാനമായി പ്രതിരോധം തീർക്കാനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ UDF എന്തായാലും ഈ ഡീൽ വിവാദം ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മുസ്ലിം ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും, അധികാരത്തിലെത്താൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം UDF-നുണ്ട്. LDF-നെതിരെ തിരിച്ചുവിടാൻ പറ്റുന്ന ഏറ്റവും പ്രധാന ആയുധമാക്കി തന്നെയാണ് ഈ BJP ബാന്ധവത്തെ UDF അത് ഉയർത്തിക്കൊണ്ടുവരുന്നതും. അതുകൊണ്ട് ഓരോ മണ്ഡലം ഇപ്പോൾ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ഉയർത്തുന്ന ആരോപണം, അങ്ങനെ പാലക്കാട് അത് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഉയർത്തി. അത് ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി തുടക്കമിട്ടതാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിൽ നേതാക്കൾ ഏറ്റെടുക്കുന്നു. ഇന്നലെ കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാക്കി നേതാക്കൾ ഉന്നയിച്ചതും മല്ലികാർജുൻ ഖാർഗെ അടക്കം ഉന്നയിച്ചതും ഈ ഡീൽ വിവാദമാണ്, CJP ആരോപണമാണ്. പാലക്കാട്ട് കഴിഞ്ഞ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ CJP ആരോപണം UDF ഉയർത്തുന്നുണ്ടായിരുന്നു. അത് BJP ഒപ്പം CPM ബാന്ധവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CJP എന്ന ഒരു വാക്ക് അത് ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നീട് ഇങ്ങോട്ട് എല്ലാ ഘട്ടത്തിലും UDF ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു BJP CPM ബാന്ധവം. അത് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് നേട്ടമുണ്ടാക്കാൻ കഴിയുക ഈ ആരോപണത്തിൽ, ഈ വിവാദത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ആളിക്കത്തും. ഇനി പറവൂർ VD സതീശൻ എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് ഈ ഫോട്ടോയ്ക്ക് പിന്നിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഇതിൽ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ പറഞ്ഞൊഴിവാകാൻ കഴിയുമോ എന്നതാണ്. കാരണം അത് മുൻകൂട്ടി തന്നെ മുഖ്യമന്ത്രി ആ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പരിപാടി പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അതുകൊണ്ട് ഇനി എന്താണ് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. ആര്യ, തീർച്ചയായും R റോഷിപാലാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം സജോ ദേവസ്യ കൂടി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജോ ദേവസ്യ, ഇപ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സർക്കാരിനെതിരെ, LDF-നെതിരെ UDF, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസുമെല്ലാം. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നതിന് ശേഷം ഒറ്റയടിക്കാണ് അജണ്ട മാറുന്നത്. ഈ പ്രചാരണ കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമായി മാറിയത് ഈ ഡീൽ വിഷയം തന്നെയാണ്. നിരന്തരം ആ വിഷയത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസിനെ, UDF-നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അതേ വിഷയത്തിൽ LDF തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോൾ, അതിന് മുഖ്യമന്ത്രി തന്നെ തുടക്കം കുറിക്കുമ്പോൾ, ആ തിരിച്ചടിക്ക് മുന്നിൽ അതായത് കോൺഗ്രസിന് ക്ഷീണം വരുത്തുന്ന രീതിയിൽ തന്നെ ആ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരില്ലേ? ആര്യ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് വരെ നിരവധി വിഷയങ്ങൾ പ്രചാരണ വിഷയങ്ങളായിരുന്നു, അല്ലെങ്കിൽ സജീവ ചർച്ചയായിരുന്നു. പക്ഷേ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ
പ്രതിപക്ഷം UDF പ്രധാനമായും കേന്ദ്രീകരിച്ചത് അവർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച അജണ്ട എന്നത് CPM BJP സഖ്യം എന്നതായിരുന്നു. CJP അഥവാ ഡീൽ, CPM BJP ഡീൽ എന്നൊരു പോയിന്റിൽ മാത്രം, എന്നൊരു പ്രചരണ വിഷയത്തിൽ മാത്രം പ്രതിപക്ഷം അഥവാ UDF കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ വിഷയങ്ങളിലാണ് ആ UDF നേതാക്കൾ എല്ലാവരും കേന്ദ്രീകരിച്ചത്. ഏറ്റവും ഒടുവിൽ UDFന്റെ മഹാറാലിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വന്നു പറഞ്ഞതും സമാനമായ രൂപത്തിൽ ഡീലുണ്ട്, CJP എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാന്ധവുമുണ്ട് എന്ന ആരോപണമാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നിർണായക ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്താൻ അവശേഷിക്കുന്നുള്ളൂ. ആ ഘട്ടത്തിൽ ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രം UDF കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മറ്റു വിവാദങ്ങളൊക്കെ മെല്ലെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതായി നമ്മൾ കാണുകയും ചെയ്തു.